ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് ഗുരുവായൂർ അമ്പലത്തിലേക്ക് കാണിക്കയായി കൊടുക്കുന്ന ഓരോ ആനകളെയും വളർത്തുന്ന ഒരു സ്ഥലമാണ് പുനത്തൂർ ആനക്കോട്ട എന്ന് പറയുന്നത്. ഗുരുവായൂർ ഭഗവാനായിട്ട് കാണിക്കയായി കൊടുക്കുന്ന ഒന്നാണ് ആനകൾ എന്ന് പറയുന്നത്. ആ ആനകളെ വളർത്തുന്ന കേന്ദ്രമാണ് പുനത്തൂർ ആനക്കോട്ട എന്ന് പറയുന്നത്. ഇവിടെ വളർത്തുന്ന ആനകൾ എന്ന് പറഞ്ഞാൽ 48 ആനകളുണ്ട്. ഈ ആനക്കോട്ട എന്ന് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് ഒരു അമ്പലമുണ്ട്. നമ്മളുടെ ഗണപതി ശാസ്താവിൻ്റെ അമ്പലമാണ് ഇവിടെ സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ 48 ആനകളാണ് ഉള്ളത് എന്ന് നമ്മൾ പറഞ്ഞു. ഈ 48 ആനകളിൽ ഒരു 10-15 ആനകളെ മാത്രമാണ് നമുക്ക് കാണാനുള്ള പെർമിഷനുള്ളൂ. ബാക്കി ആനകൾ എന്ന് പറഞ്ഞാൽ അവർക്കൊക്കെ ഈ മതപ്പാടുകൾ ഉള്ളത് കൊണ്ട് തന്നെ ജനങ്ങളെ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പം അവർക്ക് മതം പൊട്ടും എന്നാണ് അവിടെ അറിയാൻ കഴിയുന്നത്. അതുപോലെ തന്നെ അവർക്ക് കൂടുതലായിട്ട് മതം പൊട്ടുന്നതെന്ന് വെച്ചാൽ പാപ്പാമാരെ കാണുമ്പോഴും അതുപോലെ ജനങ്ങളെ കാണുമ്പോഴും ഒക്കെയാണ് എന്നാണ് ഇവിടുന്ന് അറിയാൻ കഴിയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ആനകളൊക്കെ ഈ ആനകൾ നിൽക്കുന്നതിനും കുറച്ച് വിട്ടായിട്ടാണ് നിർത്തിയിട്ടുള്ളത്. കാരണം 11 ഏക്കറിൻ്റെ മുകളിലുണ്ട് ഈ ആനക്കോട്ട സ്ഥിതി ചെയ്യുന്ന സ്ഥലം എന്ന് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഈ ആനകളെ നിർത്തിയ ബാക്കായിട്ട് തന്നെ ഈ പ്രശ്നക്കാരായിട്ട് ആനകളെ നിർത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അവിടേക്ക് നമുക്ക് നോ എൻട്രി കാര്യങ്ങളാണ്. കാരണം അവർക്ക് ഭക്ഷണം കൊടുക്കുന്ന വനപ്പാപ്പനും കാര്യങ്ങൾക്കും മാത്രമേ അവിടേക്ക് എൻട്രി ഉള്ളൂ. അതും അവർ സൂക്ഷിച്ച് കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. നമുക്ക് എൻട്രി ഉള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ ഈ അമ്പലത്തിലേക്ക് എഴുന്നള്ളിപ്പിനും കാര്യങ്ങളും കൊണ്ടുപോകുന്ന ആനകളെ അടുത്തേക്ക് മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഈ ആനകളൊന്നൊക്കെ സുരക്ഷിതമായി തന്നെ നമുക്ക് ഇതാക്കാം. പക്ഷേ ചില സമയങ്ങളിൽ ഈ ആനകളും പ്രതികരിക്കാറുണ്ടല്ലോ. കാരണം നമ്മളൊക്കെ എന്തെങ്കിലുമൊക്കെ ഫോട്ടോ ഒക്കെ എടുക്കുന്ന സമയത്ത് അവർ ചിലപ്പോൾ നമുക്ക് നേരെ എന്തെങ്കിലുമൊക്കെ എറിയാം എന്നാണ് അവിടുന്ന് ഞാൻ ചോദിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ നമ്മളതും സൂക്ഷിക്കണം. നമ്മളെ സുരക്ഷ നമ്മൾ തന്നെയാണ് നോക്കേണ്ടത്. പക്ഷേ എന്നാലും നമുക്ക് ഓരോ ആനപ്രേമികളും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ് പുനത്തൂർ ആനക്കോട്ട എന്ന് പറഞ്ഞ ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ കീഴിൽപ്പെടുന്ന ഗുരുവായൂരപ്പൻ്റെ ആനകൾ എന്ന് പറയുന്നത്. കാരണം ഗുരുവായൂർ അമ്പലത്തിലേക്ക് കാണിക്കയായി കിട്ടിയ ആളുകളാണ് ഈ ആനകൾ എന്ന് പറയുന്നത്. അത്രയും മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് ഈ ആനക്കോട്ടയിൽ. കാരണം അത്യാവശ്യം നല്ല രീതിയിലൊരു കാട് പ്രകൃതി രീതിയിലാണ് ഈ ആനക്കോട്ട സ്ഥിതി ചെയ്യുന്നത് തന്നെ. അവിടെ കുറച്ച് ആനകളെ വളർത്തുന്നു. 48 ആനകളുണ്ട് എന്ന് പറഞ്ഞ് അതിന് ഇതായിട്ട് ആനപ്പാപ്പാന്മാരും അതുപോലെ തന്നെ സെക്യൂരിറ്റിമാരും ഒക്കെ ഉണ്ട്. നല്ല രീതിയിലുള്ള മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ നമുക്കിവിടെ ഉണ്ട്. നമ്മൾ ആനപ്രേമിയാണ്, തീർച്ചയായും നമ്മൾ കണ്ടിരിക്കേണ്ട ഒന്ന് തന്നെയാണ് ഈ ആനക്കോട്ട എന്ന് പറയുന്നത്. അതും നമ്മൾ ഫാമിലി ഒന്നാകെ വന്ന് കാണാൻ പറ്റുന്ന സ്ഥലം തന്നെയാണ്. ഇവിടേക്ക് എൻട്രി ഫീസ് എന്ന് പറഞ്ഞാൽ 20 രൂപയാണ് ഒരാൾക്ക് വരുന്ന എൻട്രി ഫീസ്. അതുപോലെ തന്നെ ഇവിടെ നിന്ന് മൊബൈലിൽ ഫോട്ടോ എടുക്കണമെങ്കിൽ നമ്മൾ 25 രൂപയുടെ ഫീസ് അടയ്ക്കണം. അതുപോലെ തന്നെയാണ് ഇവിടെ